ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഇത് എടുക്കാൻ കാരണം തന്നെ നമ്മുടെ ചാലക്കുടി ബേസ് ചെയ്ത് നടന്നതുകൊണ്ടാണ്. സോ ഇത് ബസ്സിൽ നടന്നു, രണ്ട് പെൺകുട്ടികൾക്കെതിരെ നടന്നു. ചാലക്കുടിക്ക് KSRTCയിൽ ടിക്കറ്റ് എടുത്ത് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ ആ കുട്ടിയുടെ സഹോദരീനെ വേണ്ട സ്ഥലത്ത് സ്പർശിക്കുകയും കാര്യങ്ങളും ചെയ്തു. ഇറിറ്റേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ സഹോദരി പ്രതികരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ആണ്. അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ തല്ലാൻ പാടും. അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ മകളുടെ പ്രായമുള്ള ഒരാളോട് ഇമാതിരി കാട്ടായം കാണിക്കാൻ പാടൂ ഇല്ല. അപ്പം തല്ലൊക്കെ കൊള്ളാം. നെക്സ്റ്റ്, ഇത്ര നേരം എന്തിനു സഹിച്ചു നിന്നു? ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഫസ്റ്റ് തെളിവുകളാണ് ചോദിക്കുക. നീ ഷോ കാണിക്കാൻ, ഷോ ഓഫ് കാണിക്കാൻ, അല്ലെങ്കിൽ റീൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പബ്ലിക് ആവാൻ വേണ്ടിയിട്ട്, ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കാണിച്ചത്, അല്ല എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെളിവ് വേണം. അപ്പോൾ ഈ കുട്ടിയുടെ സഹോദരി പറഞ്ഞു ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഒരു 2 minutes വീഡിയോ എടുത്ത് അവരുടെ എക്സ്പ്ലനേഷനിൽ അത് പറയുന്നുണ്ട്. സോ ഒരു പെൺകുട്ടി പ്രതികരിച്ചാൽ അവൾ അഹങ്കാരി, അവൾ എന്തിന് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ തല്ലി, ഇമാതിരി കാര്യങ്ങൾ. പ്രതികരിച്ചില്ലെങ്കിൽ എന്തിനു നീ പ്രതികരിക്കാതിരുന്നു? പെൺകുട്ടികൾ പ്രതികരിക്കണം. അപ്പോൾ ഇതിലേതാ നമ്മൾ ചെയ്യേണ്ടത്? ആക്ച്വലി എനിക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് വന്നാൽ അത് അലിഗേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു റിയാക്ട് ചെയ്യാം, അല്ലെ? ഈ ഒരു വ്യക്തി അവിടെ ഇരുന്ന് തല്ലുകൊണ്ട ആ വ്യക്തി തിരിച്ച് ആ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നേരെ തിരിച്ച് എന്തിനാ എൻ്റെ നേരെ അലിഗേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നേരെ തിരിച്ച് കിട്ടി തല്ല് കൊടുക്കാം. കൊടുത്തില്ലല്ലോ. ഈ കുട്ടിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു, പബ്ലിക്കായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. ആ വ്യക്തി ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വീഡിയോ പബ്ലിക്കാക്കാം, ഇട്ടിട്ടില്ലല്ലോ. സോ അതൊക്കെ കാരണം തന്നെ തെറ്റ് ചെയ്തവൻ അവൻ നിരപരാധിയാണെന്ന് വെള്ളപൂശുന്ന പരിപാടി ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കത്തില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊക്കെ ഒരു 7th സ്റ്റാൻഡേർഡ്, ഞാൻ 2013 10th പാസ്സാവുന്നത്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് തൊട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കും ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്നും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്രയും റെലവെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളോ നമുക്ക് പോസ്റ്റ് ചെയ്യാനോ നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാനോ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ പ്രതികരിച്ച രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയോടെ പ്രതികരിക്കും, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ആയിട്ട് വരും. സോ എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അച്ഛൻ, എൻ്റെ മകൻ വന്ന് ഇങ്ങനെ ചെയ്യും, അങ്ങനെയല്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ പ്രതികരിക്കും. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണ്, എനിക്കെതിരെ ഇങ്ങനൊരു പ്രശ്നം വന്നു. ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അവൻ്റെ മുഖം ഞാൻ കാണിക്കാതിരുന്ന അവൻ്റെ ഫാമിലീനെ ഓർത്തിട്ടാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം എനിക്കൊരു മകനാണുള്ളത്, അവൻ എന്ത് തെറ്റ് നാളെ ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഞാൻ ഇപ്പോഴേ തരാണ്. അവൻ്റെ ഫേസ് കാണിച്ചാൽ അത് ഇടണം. അന്ന് എന്നെയോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഫാമിലിനെയോ ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം തെറ്റ് ചെയ്തവൻ തെറ്റാണ് ചെയ്തത്. ആൻഡ് വാർണിംഗ് നമുക്ക് കൊടുക്കാം, ഇതല്ല ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഈ വാർണിങ്സ് ഒക്കെ ആ പുള്ളിക്ക് അവർ കൊടുത്തതാണെന്ന് പറഞ്ഞു 2 or 3 times. എന്നിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെപ്പിക്കുട്ടിക്ക് നോക്കി കിട്ടുക എന്നുള്ളത് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. അത്ര അടിച്ചാൽ പോരാ. ഇതിനൊക്കെ വലിയതായിട്ട് ആ കണ്ടക്ടർ അവിടെ നിന്ന് ഇതൊക്കെ കാണാണ്. ഈ കണ്ടക്ടറുടെ ബസ്സിലാണിത് സംഭവിച്ചത്. എന്നിട്ട് വെറുതെ ഷോ കാണുന്ന പോലെ ഇതിങ്ങനെ നിന്ന് കാണുക ആ ഫിലിം. എന്താണിത്? ഇതൊന്നും മന്ത്രി കാണുന്നില്ലേ? അല്ല, ഇതെന്താണ്? ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു, അടിക്കുന്നു, കാരണം ഒരാൾ അവിടെ നിർത്തി ഇടപെടുന്നില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുക, എന്തെങ്കിലും നടന്നോട്ടെ എന്ന്. അപ്പോൾ അതിൻ്റെ താഴെ വേറൊരു കമൻ്റ് ഉണ്ട്, വെല്ലവൻ്റെയും അല്ലെങ്കിൽ വെല്ലവൾക്കും കിട്ടിയതിൽ നീ എന്തിനാ ഇടപെടുന്നത്? ആ കുട്ടിയുടെ സഹോദരിക്കെതിരെയാണ് ഇത് സംഭവിച്ചത്. ആൻഡ് ഇത് സഹോദരിക്കെതിരെ അല്ല സംഭവിച്ചതെങ്കിലും ഒരു കുട്ടി നാളെ മേലെയൊക്കെ നമ്മളോട് പറയുകയാണ്, ചേച്ചി എനിക്ക് പ്രതികരിക്കാൻ പേടിയാവുന്നു, എന്നെ ഇയാളിങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മോളെ നീ അത് അവിടെ ഇരുന്ന് സഹിച്ചോ എന്ന് ഞാൻ പറയൂ? ഇല്ല. നമുക്കതിൽ ഇടപെടാൻ പറ്റും, നമുക്ക് പ്രതികരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മളിപ്പോൾ പോകുന്നൊരു വഴിക്ക് ഒരു പീഡനം നടക്കുകയാണ്, അത് ആ കൊച്ചിനെതിരെയല്ലേ നടക്കുന്നത്, നമുക്ക് ഈ കുഴപ്പം അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ സൊസൈറ്റി ഇന്നത്തെ? അതാണോ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ മക്കളെ? പ്രതികരിച്ചാൽ എന്തെങ്കിലും തിരിച്ചു സംഭവിക്കുമോ എന്ന് വിചാരിച്ച് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സൊസൈറ്റിയോളം അത്രയും പൊട്ടാ വേണമൊന്നുമില്ല. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്കെതിരെ ഒരു കാര്യം നടക്കുമ്പോൾ, നമുക്കെതിരെ ഒരു കാര്യം നടക്കുമ്പോൾ അത് പ്രതികരിക്കണം. നാളെ നമ്മുടെ മക്കളോട്, നമ്മുടെ ആൺകുട്ടികളോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്താണ് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്കുള്ളതേ നിൻ്റെ സഹോദരിക്കുള്ളതേ മറ്റൊരു പെൺകുട്ടിക്കും ഉള്ളൂ
എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ ചെയ്യാതെ ഇമാതിരി കാട്ടായം കാണിച്ച് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്രയും വൾഗർ ആയിട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും അത്രയും തന്നെ.